നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്തോഷത്തിന്റെ ഒരു ദിവസമായിരുന്നു. അതിനിടയിൽ ഇങ്ങനെ ഒരു ന്യൂസ് കേൾക്കുമെന്ന് കരുതിയില്ല. അങ്കിൾ എന്തിനാ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാ റാണി അംഗീകരിക്കുന്നത് കേട്ടപ്പോ സത്യം പറഞ്ഞ് എനിക്ക് കുറ്റബോധം തോന്നി. എടോ, എനിക്കറിയാം തന്റെ വിഷമം. എടോ, ടെൻഷൻ ആവണ്ട, ഞാനുണ്ട് തന്റെ കൂടെ. അങ്കിൾ റാണിയെയോ വേറെ ആരെ വേണമെങ്കിലും മകളായിട്ട് അംഗീകരിച്ചോട്ടെ. അങ്കിളിന്റെ സർവ്വ സ്വത്തും അവൾക്ക് എഴുതി കൊടുത്തോട്ടെ. എടോ, എനിക്ക് പക്ഷെ താൻ മാത്രം മതി. താൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതിൽ ശക്തമായിട്ട് ഇടപെടാം. മറ്റാരുടെ അഭിപ്രായം എനിക്ക് അറിയണമെന്നില്ല. താൻ എന്ത് പറയുന്നു അതാണ് പ്രധാനം. നന്ദനങ്ങളുടെ ഈ തീരുമാനം തനിക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ അത് പറ. ബാക്കി എന്ത് വേണമെന്ന് ഞാൻ ഏറ്റു. എടോ, ഞാൻ പറഞ്ഞില്ലേ, എന്റെ അഭിപ്രായത്തിൽ അങ്കിൾ കാണിച്ചത് ശരിയായ കാര്യമല്ല. ദേ, കൂടുതലൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. തന്റെ തീരുമാനം മാത്രം പറഞ്ഞാൽ മതി. എടോ, ഇതെല്ലാം ഒരാളുടെ വ്യക്തിപരമായ കാര്യം തന്നെയാണ്. എങ്കിലും അങ്കിളിനെ പോലെ ഒരാൾ കുറച്ചുകൂടെ ആലോചിച്ച് വേണമായിരുന്നു കാര്യങ്ങൾ നടപ്പാക്കാൻ. തീരുമാനം എടുത്ത ശേഷമല്ല, എടുക്കുന്നതിന് മുമ്പ് വേണമായിരുന്നു പറയാനും ചോദിക്കാനും ഒക്കെ. ഞാൻ ഇങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചിരിക്കുന്നു, നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇതിപ്പോ എല്ലാം കഴിഞ്ഞിട്ട് വന്ന് പറഞ്ഞ് കാര്യങ്ങൾ അറിയിച്ചാൽ കേട്ടുകൊണ്ടിരിക്കുക അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പൂജ, തന്റെ അഭിപ്രായം പറ. തന്റെ വിഷമം തൽക്കാലത്തേക്കൊന്ന് മാറ്റിവെക്കേ. തന്റെ തീരുമാനം എന്താ അത് പറ. അജേട്ടാ, അച്ഛൻ വന്ന ആ കാര്യം പറഞ്ഞപ്പോ തൊട്ട് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. വളരെ നേരത്തെ തന്നെ അച്ഛൻ അമ്മയെ കൈവിട്ടുപോയി, എന്നെയും കാണാതായി. അച്ഛൻ പക്ഷേ ഞങ്ങൾ തിരികെ വരുന്ന പ്രതീക്ഷയോടെ കാത്തിരുന്നു. അന്നച്ഛന് ചെറുപ്പാ, മറ്റു വിവാഹം വേണമെങ്കിൽ കഴിക്കാം. പക്ഷേ അച്ഛന്റെ ചിന്തകളില് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഈ സമയത്ത് അച്ഛൻ ഇങ്ങനൊരു ചിന്ത വരണമെങ്കിൽ അത് വഴിവിട്ട ചിന്തയെ തോന്നില്ല. അച്ഛൻ പറഞ്ഞതുപോലെ നമുക്ക് വേണ്ടിയുള്ള ആലോചന തന്നെയാവും. അജുവേട്ടൻ പറഞ്ഞു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു എന്ന്. പക്ഷെ തീരുമാനം എടുക്കുന്നതിന് മുമ്പാണ് ആലോചിച്ചിരുന്നെങ്കിൽ നമ്മൾ സമ്മതിക്കുമായിരുന്നോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് തന്നെയാ തീരുമാനം എടുത്ത ശേഷം പറഞ്ഞത്. അച്ഛനെ പോലെ ലോകപരിചയമുള്ള ഒരാൾക്ക് വ്യക്തികളെ കൃത്യമായി പഠിക്കാൻ പറ്റും. ആ കമ്മീഷണറെ കുറിച്ച് വ്യക്തമായ ധാരണ അച്ഛന് കിട്ടിയിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞതുപോലെ നമ്മുടെ കുടുംബം കമ്മീഷണർ തകർക്കുമെന്ന് ഉറപ്പുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാവും അച്ഛൻ കമ്മീഷണറുടെ താല്പര്യങ്ങളൊക്കെ അംഗീകരിക്കുന്നത്, അഞ്ജനാമ്മയെ റാണിയെ അംഗീകരിക്കുന്നത്. അച്ഛൻ എന്താണോ മനസ്സിലാഗ്രഹിക്കുന്നത് അത് നടക്കാൻ വേണ്ടിയാ ഈ കരാറുണ്ടാക്കിയിരിക്കുന്നത്. അതങ്ങനെ തന്നെ നടക്കട്ടെ അജുവേട്ടാ. അജുവേട്ടൻ പറഞ്ഞു എന്റെ ആഗ്രഹം എന്താണോ അതിന്റെ കൂടെ നിൽക്കുമെന്ന്. എന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാ അച്ഛന്റെ ആഗ്രഹം ആഗ്രഹമല്ല, പരിഹാരം. അതങ്ങ് നടക്കട്ടെ. ഇത് ത്യാഗമായി തന്നെ വേണം കാണാൻ. അച്ഛൻ അച്ഛന്റെ സന്തോഷങ്ങൾ നമുക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. ഒരു തരം ത്യാഗം. അതല്ലെങ്കിൽ റാണിയെ പോലൊരു വലിയ തട്ടിപ്പുകാരിയെ അച്ഛൻ മകളായി അംഗീകരിക്കോ? അജുവേട്ടാ, ഒക്കെ നമുക്ക് വേണ്ടിയാ. നമുക്ക് വേണ്ടിയെന്ന് വെച്ചാ എനിക്കും അജുവേട്ടനും നമ്മുടെ മോൾക്കും വേണ്ടി. നമുക്ക് അച്ഛന്റെ തീരുമാനം സന്തോഷത്തോടെ അംഗീകരിക്കാം അജുവേട്ടാ. നേരത്തെ ഞാൻ കരുതി അമ്മയോടൊന്ന് വിളിച്ചു ചോദിക്കാന്ന്. പക്ഷെ വേണ്ട. എനിക്കത് അറിഞ്ഞാ മതി. താനീ ആഗ്രഹിക്കുന്നത് അച്ഛൻ്റെ ഒപ്പം നിൽക്കണമെന്നാണെങ്കിൽ ഞാനും തനിക്കൊപ്പം നിൽക്കുന്നു. നമുക്ക് അച്ഛനൊപ്പം നിൽക്കാം.